ഹായ് മക്കളെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ 2026 നീറ്റ് എക്സാമിനേഷന് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. എല്ലാവരും അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഇനി സപ്പോസ് എന്തെങ്കിലും കാരണം കൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. മെയ് 3 വരെ നമുക്ക് സമയമുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും 3 പേജുകളാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷനുമാണ് പേജ് നമ്പർ 1 ഉണ്ടാവുക. പേജ് നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള പേജാണ്. മൂന്നാമത്തെ പേജ് കാൻഡിഡേറ്റ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന പേജാണ്. ഈ 3 പേജുകളും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുക. അതും കളർ പ്രിന്റോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. കളർ വേണം എന്നുള്ള കാര്യം നിർബന്ധമില്ല. ഇനി ഒന്നാമത്തെ പേജിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒന്നാമത്തെ പേജിൽ നമ്മൾ കാണുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ പേര്, ആപ്ലിക്കേഷൻ നമ്പർ, അങ്ങനെയുള്ള നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ എക്സാമുമായി ബന്ധപ്പെട്ട ടൈമിംഗ് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ശ്രദ്ധിക്കേണ്ട, നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം, നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം രാവിലെ 11 മണിയാണ്. ഓക്കെ, ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം 1:30 മണിയാണ്. 1:30 മണി കഴിഞ്ഞാൽ ഒരാളെ പോലും എക്സാം സെൻറ്ററിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. എക്സാമിൻ്റെ ടൈമിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2 മണി മുതൽ 5 മണി വരെയാണ്. ഓക്കെ, 5 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 5 മണിക്ക് നേരത്തെ, 5 മണിക്ക് മുമ്പേ ഒരു കാരണവശാലും നിങ്ങളെ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വിടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അറിയാവുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. അതിന് താഴെ നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണെന്നും എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ് എന്താണെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ നേരത്തെ തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്ററിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. എത്ര ദൂരമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നേരത്തെ എത്താനുള്ള എല്ലാ പ്ലാനിങ്ങും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ, അതിന് തൊട്ട് താഴെ നിങ്ങളുടെ സെൽഫ് ഡിക്ലറേഷൻ ആണ്. അവിടെ നിങ്ങൾക്ക് 3 ബോക്സുകൾ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ ബോക്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഫോട്ടോകളും ആൾറെഡി നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോ തന്നെ ആയിരിക്കണം. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ ഒട്ടിക്കേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. അതിൽ സൈൻ ചെയ്യണം. സൈൻ ഇപ്പോഴല്ല നിങ്ങൾ ചെയ്യേണ്ടത്, എക്സാം സെൻറ്ററിൽ ചെന്ന് ഇൻവിജിലേറ്ററുടെ പ്രസൻസിലാണ് സൈൻ ചെയ്യുന്നത്. പക്ഷേ എക്സാം സെൻറ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് നിങ്ങളവിടെ ഒട്ടിച്ചിട്ടുണ്ടാവണം. രണ്ടാമത്തെ ബോക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷന് വേണ്ടിയുള്ള ബോക്സാണ്. അത് നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. മൂന്നാമത്തെ ബോക്സ് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ആണ്. അത് പക്ഷേ നേരത്തെ ചെയ്ത് വെക്കരുത്. എക്സാം സെൻറ്ററിൽ നിങ്ങളുടെ എക്സാം ഹാളിൽ ഇൻവിജിലേറ്ററുടെ പ്രസൻസിൽ മാത്രമേ, ഇൻവിജിലേറ്റർ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത പേജിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പേജ് നമ്പർ 2, അവിടെയാണ് നിങ്ങളുടെ പോസ്റ്റ് കാർഡ് സൈസുള്ള ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാനുള്ള സ്പേസ് നിങ്ങൾ കാണും. 6x4 വലിപ്പമുള്ള ഫോട്ടോഗ്രാഫാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും ആൾറെഡി നിങ്ങൾ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോഗ്രാഫ് തന്നെ ആവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിൽ സൈൻ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ സൈൻ ചെയ്ത് വെക്കേണ്ട, പകരം ഇൻവിജിലേറ്ററുടെ പ്രസൻസിൽ എക്സാം ഹാളിൽ വെച്ച് മാത്രമേ നിങ്ങൾ സൈൻ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അതിന് താഴെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. അവിടെ ഇൻവിജിലേറ്റർക്ക് സൈൻ ചെയ്യാനുള്ള ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് സൈൻ ചെയ്യാനുള്ള ബോക്സ് ഉണ്ട്. ഇതെല്ലാം എക്സാം ഹാളിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ പേജിൽ നിങ്ങൾക്കുള്ള ചില ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് നിങ്ങളുടെ ഫോട്ടോഗ്രാഫുമായിട്ട്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫിൻ്റെ സൈസുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ സൈൻ ചെയ്യേണ്ട കാര്യമാണ്. അതൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് മൂന്നാമത്തെ കാര്യവും സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ടാണ്. നാലാമത്തെ കാര്യം ഇൻവിജിലേറ്റർ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ടാണ്. ആൻഡ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ 1-2 പേജുകൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് പറയുന്ന പോയിന്റാണ്. അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പേജ് മാത്രം പോരാ, സെക്കൻഡ് പേജ് കൂടി നിങ്ങൾ പ്രിന്റ് എടുത്ത് കൊണ്ടുപോകണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ 3 പേജുകളും പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 പേജുകളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ പേജാണ്. മൂന്നാമത്തെ പേജിൽ നീറ്റ് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് കൃത്യമായി നിങ്ങൾ വായിച്ചു നോക്കണം. സോ ഇൻസ്ട്രക്ഷൻസിൻ്റെ പേജിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. അതിലൊന്ന്, എക്സാം ഹാളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നത് എന്തൊക്കെയാണ്. ഒന്ന്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. 2, നിങ്ങളുടെ ID പ്രൂഫ്, മിക്കവാറും അത് ആധാർ കാർഡ് തന്നെയായിരിക്കും. മൂന്നാമത്തേത്, നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫോട്ടോഗ്രാഫ്, അതായത് ആൾറെഡി നമ്മൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫും ഒട്ടിച്ചിട്ടുണ്ട്. അതിന് പുറമെ അതേ ഫോട്ടോഗ്രാഫിൻ്റെ ഒരു കോപ്പി കൂടി നിങ്ങൾ കയ്യിൽ വെക്കേണ്ടതുണ്ട്, വെരിഫിക്കേഷന് വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാവുന്നത്. ഇനി നിങ്ങൾ PWD കാറ്റഗറിയിലോ അല്ലെങ്കിൽ PWBD കാറ്റഗറിയിലോ അതല്ല സ്ക്രൈബ് ഉപയോഗിച്ച് പരീക്ഷ എഴുതുന്ന ആളോ ഒക്കെ ആണെങ്കിൽ അതിനുള്ള പെർമിഷൻ അഥവാ സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റ്സും എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നില്ല.
ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളോ മറ്റ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസോ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. അത് എസ്പെഷ്യലി മെറ്റൽ ഐറ്റംസ് അല്ലെങ്കിൽ മെറ്റാലിക് ഐറ്റംസ് പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. ബോഡിയിലുള്ള ഒഴിവാക്കാൻ കഴിയുന്ന മെറ്റൽ ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിർബന്ധമായും അവിടെ ദേഹപരിശോധന ഉണ്ടാവും. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ദേഹപരിശോധനയായിരിക്കും. ആ സമയത്ത് ഒരു പാനിക് സിറ്റുവേഷൻ ഒഴിവാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം. ഓൾ ദി ബെസ്റ്റ്.